തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. എല്ലാ നാമത്തിലും മേലായ നാമം, വിളിക്കപ്പെട്ട ഏത് നാമത്തിനും മീതെയുള്ള നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വചനം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതെ ഇരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ള സന്ദേശമാണ് അപ്പോസ്തലനായ പത്രോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി ഇന്ന് നമ്മെ കേൾപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതാരാണ്? അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, ദൈവസഭയാണ്. ക്രിസ്തുവിനെ അറിയുവാൻ തുടങ്ങിയപ്പോഴാണ് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, നാം ഉന്നതമായി വിചാരിച്ച പല കാര്യങ്ങളും യേശുവിനെ അറിയുവാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മാലിന്യങ്ങളാണെന്ന് തിരിച്ചറിയുകയും പത്രോസിൻ്റെ ഭാഷയിൽ ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് നാം ജീവിതം ആരംഭിക്കുകയും ചെയ്തവരാണ്. എന്നാൽ കാലങ്ങൾ കുറേ കഴിഞ്ഞ ശേഷം അവർ വീണ്ടും പഴയതിലേക്ക്, വിട്ടുപോയതിലേക്ക് തിരിയുവാൻ ശ്രമിച്ചെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു താക്കീത് എന്നവണ്ണം അവരോട് പറയുന്നു, അവർ അതൊന്നും അറിയാതെ ഇരുന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇന്നും ഇത്തരം ആളുകളുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് ധാരാളം അറിയാം. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അതിനവർ ദൃക്സാക്ഷികളാണ്. അവർക്ക് പ്രസംഗിക്കാനും പ്രവചിക്കുവാനും ഒക്കെ ഒരു പക്ഷേ വരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. എന്നാൽ പിന്നത്തേതിൽ നീതിയുടെ കൽപ്പനകൾ പ്രാപിച്ച ശേഷം, ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ അറിഞ്ഞതിന് ശേഷം പിന്നത്തേതിൽ വിട്ടുകളഞ്ഞ മാലിന്യങ്ങൾ, ലോക ഇമ്പങ്ങൾ, ജഡസുഖങ്ങൾ, അത് തേടി വീണ്ടും പോകുവാൻ അവർ ശ്രമിക്കുന്നുവെങ്കിൽ വളരെ ദുഃഖത്തോടെയാണ് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്, നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അവരങ്ങനെ ചെയ്താൽ, അവരറിയാതെ ഇരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു ഭാഗം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഒരു മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാവ് വിട്ടുപോയി, വീണ്ടും തിരിച്ചു വന്നപ്പോൾ അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കണ്ടു. പോയി തന്നിലും ദുഷ്ടതയേറി 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവയും അവനിൽ കടന്ന് പാർത്തു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്ന് കർത്താവ് കൂട്ടിച്ചേർത്തു. ഇതിൽ നിന്നും ഒരു സത്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന തലമുറയിലെ ആളുകൾക്ക് ലഭിച്ചതുപോലെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും നീതിയുടെ വഴികളെക്കുറിച്ചുള്ള അറിവും വിശുദ്ധ കൽപ്പനകളെക്കുറിച്ചുള്ള തിരിച്ചറിവും നമ്മെപ്പോലെ മറ്റേത് തലമുറയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഗിരിപ്രഭാഷണങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉപദേശങ്ങളും കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്നതുപോലെ നമുക്കും ലഭിച്ചിരുന്നു. എന്നാൽ അവരുടെ മാനസാന്തരം കേവലം താൽക്കാലികമായിരുന്നു. ആ മാനസാന്തര അനുഭവത്തിൽ അവർക്ക് തുടർന്ന് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
അവർ വീണ്ടും പഴയതിലേക്ക് തിരികെ പോകുന്നു എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അവിടെ കാണുന്നത് അങ്ങനെ മാനസാന്തര അനുഭവത്തിൽ തുടരുവാൻ കഴിയാതെ വീണ്ടും പാപത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വഴുതി പോകുന്ന ആളുകൾ, അവർ ദുരാത്മാക്കൾ വസിക്കുന്ന കൂടായിട്ട് തീരും എന്ന് യേശു ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായിട്ട് തീരേണ്ടതായിരുന്നു വാസ്തവത്തിൽ നീതിയുടെ കൽപ്പനകൾ അറിഞ്ഞവരും ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവരുമെല്ലാം. എന്നാൽ സമർപ്പണ ജീവിതത്തിലും മാനസാന്തര ജീവിതത്തിലും ഉപദേശവിശുദ്ധിയിലും തുടരുവാൻ കഴിയാതെ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും അവരെ വിട്ടു പോവുകയും പകരം യേശു ഇവിടെ ഓർപ്പിച്ചതുപോലെ ദുഷ്ടതയേറിയ ആത്മാക്കൾ ആ സ്ഥലത്ത് വന്ന് വസിക്കുകയും ചെയ്യുന്ന അനുഭവം ഇന്ന് പലരിലും കാണുന്നുണ്ട്. അതുകൊണ്ട് നാം വളരെ ഗൗരവമായിട്ട് ഈ അന്ത്യകാലത്തെ ഈ വചനത്തെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. മാനസാന്തരപ്പെട്ടു, ആ അനുഭവം നമ്മളിൽ നിന്നും ഉണ്ടാകണം. തുടക്കത്തിൽ നമ്മളെടുത്ത തീഷ്ണതയും ഉത്സാഹവും നിലനിർത്തിക്കൊണ്ടു പോകണം. യേശുവിനോടൊത്തുള്ള ജീവിതത്തിൽ നാം എത്രമാത്രം ആത്മീയ സന്തോഷം ആസ്വദിച്ചിരുന്നുവോ അതേ ആത്മീയ അനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അധികം അത് ആസ്വാദനമായിട്ട് തീർന്നുകൊണ്ട് നാം ജീവിക്കേണ്ടവരാണ്. രക്ഷയുടെ സന്തോഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പറന്നു പോയിട്ടുണ്ടെങ്കിൽ, കരയുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശു മടങ്ങി വരുവാൻ സമയമായി. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായ സ്തോത്രം. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടവരും പരിശുദ്ധാത്മാവ് വിട്ടുപോയവരും ക്രൈസ്തവരെന്നുള്ള നാമധേയത്തിൽ അറിയപ്പെടുമ്പോൾ എല്ലാവരിലും ദൈവമേ ഒരു വലിയ മടങ്ങിവരവ് അവിടെ നിന്ന് നൽകണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.